എൻ്റെ ഒരു വിശ്വാസം വേറെയാണെങ്കിലും എൻ്റെ ഒരു ജീവിതശൈലി വേറെയാണെങ്കിലും അവരിൽ ആ ഭക്തി കാണുമ്പോൾ ഒരു സന്തോഷം, അവർ മനസ്സ് തൃപ്തിപ്പെട്ട് തിരികെ പോകുമ്പോൾ അവരുടെ ആ സന്തോഷം കൊണ്ട് ആ നന്ദി അറിയിക്കുന്നു. അതിലൊക്കെ എനിക്കൊരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇവിടെ തിരുനാവായിൽ എത്തുന്ന ഒരുപാട് ഭക്തരെ പുഴ കടക്കാൻ സഹായിക്കുന്ന രക്ഷകനായിട്ടാണ് യാഹൂട്ടി ചേട്ടൻ അവതരിച്ചിരിക്കുന്നത്. പുഴയിലാണ് എൻ്റെ ജീവിതം, മത്സ്യബന്ധനം ഏത് സമയത്തും പുഴയിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അപകടങ്ങളിൽ പെടുന്നവരുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടിയെത്താൻ കഴിയുന്നതും ഒരു രക്ഷകനായി മാറി. പിന്നെ പുഴയെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചതും അതുകൊണ്ടാണ്. ഈ പുഴയുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് ആ ജീവിതം അങ്ങനെ ആയിരുന്നു. അത് വരുമാനം നോക്കിയിട്ട് തന്നെയാണോ, അതൊരു സേവനമായിട്ടാണോ? സേവനമാണ് എൻ്റെ കൂടുതൽ ലക്ഷ്യം. ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ജോലിയാണ്. ജീവൻ പണയം വെച്ചിട്ട് മാത്രമല്ല, നമ്മളെപ്പോഴും ആവശ്യമുള്ളത് നമുക്ക് തിരുനാവായ വില്ലേജിലെ ദുരന്ത നിവാരണ സേന അംഗമായിട്ടും അവരെന്തെങ്കിലും ആവശ്യം വന്നാൽ ഇതുപോലൊക്കെ അപകടങ്ങൾ കണ്ടാൽ ആദ്യം വിളിയെത്തും. റവന്യൂ വകുപ്പിൽ നിന്നാണെങ്കിലും പുഴയിലെത്തുന്ന പോലീസിനാണെങ്കിലും ഏറ്റവും കൂടുതൽ പെട്ടെന്നെത്താൻ ഇതിന് രക്ഷാപ്രവർത്തനത്തിന് ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് അവർക്കൊരു തലവേദന മാറിക്കിട്ടും. നിളയുടെ ആഴങ്ങൾ എങ്ങനെയാണ്? പുഴ ഇപ്പോൾ പഴയ പുഴയില്ല, ചതിപ്പുഴ എന്നാണ് പറയുക. ചില സ്ഥലങ്ങളിൽ ആഴം ഇതൊന്നും ചെറിയ ചില ആളുകൾക്ക് അറിയില്ല. അവർ ഇങ്ങനെ ഒരു അരക്ക് വെള്ളത്തിൽ കൂടെ വന്നിങ്ങനെ കളിച്ച് രസിക്കുമ്പോഴാവും രണ്ടാക്കും മൂന്നാക്കുള്ളത്. എനിക്ക് പറയാനുള്ളത്, പുഴയെ പറ്റി അറിയാത്തവർ പുഴയിൽ ഒരു പരിധി വിട്ടിറങ്ങാൻ പാടില്ല. ഒരു അരക്ക് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുളിക്കാൻ പാകമായി കഴിഞ്ഞാൽ എത്ര നീന്തൽ അറിയുന്നവരായാലും പരീക്ഷിക്കാൻ നിൽക്കാതെ കുളിച്ച് തിരികെ കയറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനേതായാലും ഈ പുഴയിൽ മരണം വരെ ഇങ്ങനെ ജീവിക്കാൻ അറിയാം. നമസ്തേ. കുംഭമേളയ്ക്ക് ജാതിയോ മതവും ഒന്നുമില്ല എന്ന് നമ്മൾ കണ്ട എല്ലാ സന്യാസി വര്യന്മാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്കൊപ്പം ഉള്ളത് പാർലകത്ത് യാഹൂട്ടിയാണ്. യാഹൂട്ടി ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ തിരുനാവായിൽ എത്തുന്ന ഒരുപാട് ഭക്തരെ അക്കരയിലേക്ക് കൊണ്ടുപോകുന്ന, അവരെ ഈ പുഴ കടക്കാൻ സഹായിക്കുന്ന രക്ഷകനായിട്ടാണ് യാഹൂട്ടി ചേട്ടൻ അവതരിച്ചിരിക്കുന്നത്. എവിടെ ചേട്ടാ നമസ്കാരം. എത്ര കാലമായി ഈ തിരുനാവായയുടെ മണ്ണില് ഈ പുഴയുടെ ഒപ്പമുള്ള ഒരു ബന്ധം? സർവീസ് തുടങ്ങിയിട്ട് ഒരു 2013 മുതൽ സർവീസ് തുടങ്ങിയത്. അതിൻ്റെ മുമ്പും പുഴയിലാണ് എൻ്റെ ജീവിതം. മത്സ്യബന്ധനം മറ്റു കാര്യങ്ങളായിട്ട് ഏത് സമയത്തും പുഴയിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ അപകടങ്ങളിൽ പെടുന്നവരുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടിയെത്താൻ കഴിയുന്നതും ഒരു രക്ഷകനായി മാറി. പിന്നെ പുഴയെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചതും അതുകൊണ്ടാണ്. ഈ പുഴയുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടും ആ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഞാൻ മറ്റുള്ള ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല, പുഴയാണ് എൻ്റെ ജീവിതം. എങ്ങനെയുണ്ട് കുംഭമേളയുടെ തിരക്കുകളൊക്കെ? കുംഭമേള നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഒരുപാട് ഭക്തരെത്തും. സാധാരണ വാവുബലിക്ക് എത്തുന്നത് ഞങ്ങൾ സാധാരണ കാണുന്ന കർക്കിടക വാവിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഈ കുംഭമേള സ്റ്റാർട്ടിങ് മുതൽ, അതായത് ഇതിൻ്റെ സ്ഥലം സന്ദർശിക്കാനെത്തിയ സംഘാടകരോടൊപ്പം ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ അവരെ സഹായിക്കാനും അവരോടൊപ്പം ഈ സ്ഥലങ്ങളുടെ വീതി നിർണ്ണയിക്കാനൊക്കെ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ കാരണം ക്ഷേത്രത്തിനോട് ചേരി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടേജിലായിട്ട് തന്നെ ഞങ്ങൾക്ക് ആ സ്ഥലം കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ അന്ന് മുതൽ സംഘാടകരോടൊപ്പം ഉണ്ട്. പിന്നെ പാലം നിർമ്മാണം, അതിൻ്റെ ആഴമുള്ള ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിൽ നിലയുറപ്പിക്കാനും ആ വർക്കർമാരുടെ ഒപ്പം ഒരു സഹായിയായിട്ടും സംഘാടകർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഈ പാലം തുറക്കുന്നതിന് മുന്നേക്ക് ഒരുപാട് തവണ യാഹൂട്ടി ചേട്ടൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓടുന്നത് നമ്മൾ കണ്ടു. ഇപ്പം നമ്മളെ തന്നെ ഒരുപാട് പ്രാവശ്യമാണ് ഈ പുഴ കടത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം എത്ര വട്ടം പോകേണ്ടി വരാറുണ്ട്? ഇത് സാധാരണ എന്നോട് ഇവർ പറഞ്ഞിട്ടുള്ളത് ആരതി സമയത്താണ് ബോട്ട് സർവീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ യാത്രക്കാർക്കുള്ളത് പാലത്തിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്ര. ആരതിക്കാർക്ക് അക്കരെ ഇക്കരെ കൊണ്ടുപോകാനും പിന്നെ പൂജാസാധനങ്ങൾ അക്കരയ്ക്ക് എത്തിക്കാനും സന്യാസിമാർ എത്തിക്കാനും പിന്നെ എമർജൻസി ഘട്ടങ്ങളിൽ അപകട സമയം ആരെങ്കിലും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവിടെ ഓടിയെത്താനുമാണ് എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇവർ പറഞ്ഞ സമയം വൈകുന്നേരം 4 മണിക്ക് ശേഷമാണെങ്കിലും രാവിലെ 6 മുതൽ ഇവരെന്നെ ഇങ്ങനെ ബന്ധപ്പെടും. ഇന്നതെത്തിക്കണം, അതവിടെ എത്തണം, ഇന്ന ആളുകളെ എത്തിക്കണം എന്ന് പറയുമ്പോൾ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഒരു 6 മണി മുതൽ അല്ലെങ്കിൽ ഒരു 7 മണി മുതൽ ഞാൻ കടവിലുണ്ടാവും. സാധാരണ നമുക്കൊരു 9 മണിയാകുമ്പോഴത്തേന് മറ്റേ ആചാര്യന്മാരൊക്കെ നമ്മൾ തിരികെ എത്തിക്കാറുണ്ടെങ്കിലും അത് കഴിഞ്ഞാലും പിന്നെ ഈ പൂജാ സാധനങ്ങൾ അക്കരയ്ക്ക് എത്തിക്കാനും അവിടെ അന്നത്തെ ചടങ്ങിനെത്തിയ സന്യാസിമാരെയും മറ്റുള്ളവരെയും ഇക്കരയ്ക്ക് എത്തിക്കാനും ഒരു 12 മണി വരെ, ചിലപ്പോൾ അത് 2 മണി വരെയും നിൽക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കിടക്കാറ്. അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോഴാവും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന്. കാരണം പുഴ കിടക്കാൻ ഏറ്റവും എളുപ്പം തോണിയാണ്. ഇവർക്കൊരു സാധനം അക്കരയ്ക്ക് എത്തിക്കണമെങ്കിൽ ഈ തോണിയല്ലാതെ ഏറ്റിക്കൊണ്ടു പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം.
അപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ ഈ തോണി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 27-ാം തീയതി മുതൽ, അതായത് ഡിസംബർ 27 എനിക്ക് ഇതിലെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു. എങ്കിലും മനസ്സിന് തൃപ്തി. ഒരുപാട് ഭക്തർ ഇവിടെ വന്നിട്ട് എത്തിപ്പെടാൻ കഴിയാതെ അവിടെ നിന്ന് ഇക്കരയൊക്കെ നോക്കി തൊഴുതിട്ടും കരഞ്ഞിട്ടും പോകുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലൊരു ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ നാട് ഒരുപാട് അറിയാൻ ബാക്കിയില്ല. കാരണം ഇതുവരെ കേരളത്തിൽ നല്ല പേര് കേട്ടതും ഒരുവിധം രാജ്യങ്ങളിലൊക്കെ പേര് കേട്ട സ്ഥലമാണെങ്കിലും ഇത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമായി മാറിയതും ഒക്കെ ഈ ഒരു കുംഭമേള കൊണ്ടാണ്. എൻ്റെ നാടിന് നല്ലൊരു പുരോഗതി ഇതിൽ കൂടെ ഞാനും കാണുന്നു. എന്തായാലും ഇതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ നാടും ഈ നാട്ടിലെത്തിയ ഭക്തരെയും കാണാൻ കഴിഞ്ഞതിൽ, ഇത്രയും ജനപ്പെരുപ്പം കാണാൻ കഴിഞ്ഞതിലെല്ലാം സന്തോഷമുണ്ട്. നല്ല ഭംഗിയായിട്ട് വരുന്ന 3-ാം തീയതി വരെ ഇതിൽ സജീവമായി നിലകൊള്ളാനാണ് എൻ്റെ ആഗ്രഹം. സാധിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഈ വരുമാനം ഒക്കെ ഉണ്ടോ ഈ ബോട്ട് നമ്മൾ ഓടുമ്പോൾ? അത് വരുമാനം നോക്കിയിട്ട് തന്നെയാണോ, അതൊരു സേവനമായിട്ടാണോ? സേവനമാണ് എൻ്റെ കൂടുതൽ ലക്ഷ്യം. എങ്കിൽ എനിക്ക് വരുമാനമില്ലാതെ നടക്കില്ല. അതായത് ഇതിൽ മറ്റു വരുമാനം എനിക്കില്ല. അപ്പോൾ ഇതിൽ ഇത്രയും പേര് 10-15 പേര് ഇതിന് ഭാഗമാക്കുക. അവരൊക്കെ നിത്യജീവിതം. അവർക്കൊക്കെ ആയിട്ട് ഒരു ചെറിയ സംഖ്യ അവർ സംഘാടകർ പറഞ്ഞുറപ്പിച്ചത് തന്നെ ഉള്ളൂ. സംഘാടകർക്ക് അത് മുഴുവനാക്കി തരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർ പറയുന്ന സമയം വരെ നമ്മൾ കൊടുക്കും. ഇനി തന്നില്ലെങ്കിലും സന്തോഷം. സംഭവം പരിപാടി നടക്കും. അത്രേ ഉള്ളൂ. യാവുട്ടിച്ചേട്ടൻ ആദ്യമായിട്ട് ഈ പുഴയോടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ ചെറുപ്പം മുതൽ, അതായത് നമ്മൾ ഈ ചൂണ്ടയിടാൻ ഇറങ്ങുന്നൊരു കാലം, അതുമുതലേ ഞാൻ പുഴയോട് ബന്ധമാണ്. പിന്നെ എൻ്റെ ഉമ്മയുടെ നാട് നേരെ തവനൂരാണ്. കടത്ത് സർവീസായിരുന്നു അന്ന് പ്രധാനമായിട്ടും ഈ നാട്ടിലുണ്ടായിരുന്നത്. കുറ്റിപ്പുറം ഭാഗത്ത് കൂടെ ഒക്കെ വാഹന സൗകര്യം കുറഞ്ഞ കാരണം കടത്ത് സർവീസ്, ഈ കടത്ത് സർവീസിൽ കൂടെയാണ് ഞങ്ങൾ ഉമ്മയുടെ നാട്ടിലേക്ക് നേരെ തവനൂരിലേക്ക് വന്നത്. അങ്ങനെയാണ് പുഴയും തോണിയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നത്. ഇപ്പം എത്ര വർഷക്കാലമായി? അപ്പോൾ ഞാനൊരു ചുരുക്കം പറഞ്ഞ ഓർമ്മ വെച്ച നാൾ മുതൽ തോണികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കഴിഞ്ഞ 2013 പരേഷ് എന്ന വ്യക്തി അമ്പലക്കടവിൽ നിന്ന് പോയിരുന്നു. അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മരിച്ചു കൊണ്ട് ഉറപ്പിച്ചതായിരുന്നു. ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അന്ന് മുതൽ ഒരു രക്ഷാപ്രവർത്തകനായിട്ട് അമ്പലക്കടവിൽ ദേവസ്വം ആ ചുമതല ഏൽപ്പിക്കുന്നത് എനിക്ക്. അന്ന് 5 ദിവസത്തോളം നേവിക്കാരായിട്ടും ഇതിൻ്റെ NDRFനൊക്കെ ഞങ്ങൾ കറങ്ങി ഒരുപാട് ഊണും ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്ന് മുതലേ ഈ കൂടുതൽ രക്ഷാപ്രവർത്തനം ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും ഒരു കാവലായിട്ട് ഉണ്ടാകും. ഇപ്പോൾ ഒരു മുങ്ങൽ വിദഗ്ധനും കൂടിയാണ്. നിളയുടെ ആഴങ്ങൾ എങ്ങനെയാണ്? നിള ആദ്യം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഒഴുകുന്ന നിളയല്ല. ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നിള പരന്നൊഴുകും. ഈ കാലഘട്ടമായാലും ഈ കാലത്തിൽ ഈ മാസങ്ങളിൽ മാർച്ച്, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെ നിള ഒരു അരുവിയായിട്ട് ഒഴുകിയിരുന്നൊരു പുഴയാണ്. ഇപ്പോൾ നമ്മൾ ചമ്രവട്ടം ഷട്ടറാണ് കഴിഞ്ഞ 2013 ഓപ്പൺ ആയതിൻ്റെ ശേഷം അതിന് അടിത്തട്ടിൽ തട്ടി കിടക്കുന്ന ബെൽറ്റിൽ തട്ടി നിൽക്കുന്ന വെള്ളമാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇവിടെ ഒരു ആഴമായിട്ട്. പിന്നെ ഈ മണൽപ്പരപ്പ് ഇങ്ങനെ പുല്ലും ഇതൊക്കെ വന്ന് മാടായി സുഖപ്പെട്ടത് കൊണ്ട് അവിടെ പുഴ ഗതി മാറി ഒഴുകി. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രക്കടവിലേക്ക് ഇത്രയും ആഴമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പുഴ ഇപ്പോൾ പഴയ പുഴയില്ല, ചതിപ്പുഴ എന്നാണ് പറയുക. ചില സ്ഥലങ്ങളിൽ ആഴം. ഇതൊന്നും ചില ആളുകൾക്ക് അറിയില്ല. അവർ ഇങ്ങനെ ഒരു അരക്ക് വെള്ളത്തിൽ കൂടെ വന്നിങ്ങനെ കളിച്ച് രസിക്കുമ്പോഴാവും 2-ആൾക്ക് 3-ആൾക്കുള്ള വെള്ളം. എനിക്ക് പറയാനുള്ളത്, പുഴയെ പറ്റി അറിയാത്തവർ പുഴയിൽ ഒരു പരിധി വിട്ടിറങ്ങാൻ പാടില്ല. ഒരു അരക്ക് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുളിക്കാൻ പാകമായി കഴിഞ്ഞാൽ എത്ര നീന്തൽ അറിയുന്നവരായാലും പരീക്ഷിക്കാൻ നിൽക്കാതെ കുളിച്ച് തിരികെ കയറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുവിധം നീന്തൽ അറിയുന്ന വ്യക്തികളെയാണ് ഞങ്ങൾ കൂടുതലും മുങ്ങിയെടുത്തിട്ടുള്ളതും രക്ഷിച്ചിട്ടുള്ളതും. കാരണം നീന്തൽ അറിയാൻ കുറച്ചൊരു വർഷമുണ്ടെങ്കിൽ അവർ നീന്തി നോക്കും. പക്ഷെ പുഴയെ അറിയില്ല അവർക്ക്. അവർ അക്കരയ്ക്ക് നീന്തുമ്പോൾ തൊട്ടടുത്ത് കരയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാവും കാല് താഴ്ത്ത്. അത് ആയങ്ങളിൽ കവുക. പിന്നെ അവർക്ക് തിരികെ കയറാൻ കഴിയാറില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. പുഴ ചില ഭാഗത്ത് കുഴികളും ചില ഭാഗത്ത് ഒരു അരക്ക് വെള്ളം കണ്ട് നമ്മളിങ്ങനെ രസിച്ച് കളിച്ചിറങ്ങുമ്പോഴാവും ആയങ്ങളിൽ. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ പുഴയിൽ സംഭവിക്കുന്നത്.
ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് യാഹൂദി ചേട്ടൻ. അതില് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം 2000 എൻ്റെ 14-ാം വയസ്സ് ഞാൻ ക്ഷേത്ര അന്നൊന്നും ഇത്ര ഇതില്ല, ക്ഷേത്രക്കഥയിൽ താഴെയായിട്ട് ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് വന്നൊരു കുടുംബം, ഒരു ഫാമിലി ദർശനത്തിനെത്തിയ ഒരു ഫാമിലിയിലെ കുറച്ച് ആളുകൾ നീന്തി ഒരു അരുവിയായിട്ടാണ് ഒഴുകുന്നതെങ്കിലും ക്ഷേത്രക്കടവിൽ അന്ന് ആഴമുള്ള സ്ഥലമായിരുന്നു. ആ ആഴത്തിൽ ഒരാൾ മുങ്ങി. പക്ഷെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ല പരിസരത്തൊന്നും. അങ്ങനത്തെ ഒരു സമയത്താണ് അവർ ഇറങ്ങിയത്. ഞാൻ താഴത്തിൽ ചൂണ്ടലിട്ടുകൊണ്ട് കുറച്ച് നീളമുള്ള ചൂണ്ടപ്പട്ടായിരുന്നു കയ്യിൽ. അരുവിയാണെങ്കിലും ഒഴുക്ക് നല്ലത്. പെട്ടെന്ന് ഒഴുകിയിട്ട് എൻ്റെ മുന്നിൽ കൂടെ ഇയാൾ എത്തി. അപ്പോൾ ഒരു അരക്ക് വെള്ളത്തിൽ എനിക്ക് പരമാവധി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളത്തിൽ ഇറങ്ങി ചൂണ്ടപ്പെട്ടിട്ട് കൊടുത്തിട്ട് അങ്ങനെ വലിച്ചു കയറ്റിയിട്ടാണ് ആ രക്ഷിച്ചത്. അത് എൻ്റെ മനസ്സിൽ നിന്ന് മാറിയത്. പിന്നെ സുഹൃത്തുക്കൾ കിണറിൽ വീഴുന്നതും അവരെ രക്ഷിക്കാൻ പറ്റിയതും, പിന്നെ ഒരുപാട്, അതായത് മത്സ്യബന്ധനത്തിനെത്തുന്ന ബംഗാളികൾ പുഴൻ്റെ ആഴറിയാതെ നീന്തിയിട്ട് വരുത്താനും അവരെ തിരികെ എത്തിക്കാനൊക്കെ. അതേപോലെ തന്നെ വർഷാവർഷം വെള്ളപ്പൊക്കങ്ങളിൽ ഈ കാലവർഷം കൂടുമ്പോൾ തുരുത്തിലകപ്പെടുന്ന പശുക്കളെയും നാക്കാലികളെയൊക്കെ രക്ഷപ്പെടുത്താൻ ഈ തോണിയും ഞാൻ ഏതായാലും ഈ പുഴയിൽ മരണം വരെ ഇങ്ങനെ ജീവിക്കാനറിയാം. ഈ ശരിക്കും പറഞ്ഞാലേ ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ജോലിയാണ് എപ്പോഴും പുഴ എന്നൊക്കെ പറയുമ്പോൾ. ജീവൻ പണയം വെച്ചത് മാത്രമല്ല, നമ്മളെപ്പോഴും ആവശ്യപ്പെടുന്നത് തിരുനാവായയിലെ വില്ലേജിലെ ദുരന്ത നിവാരണ സേന അംഗമായിട്ടും പ്രവർത്തിക്കുക. അവരെന്തെങ്കിലും ആവശ്യം വന്നാൽ ഇതുപോലൊക്കെ അപകടങ്ങൾ കണ്ടാൽ ആദ്യം വിളിയെത്തുന്നത് റവന്യൂ വകുപ്പിൽ നിന്നാണെങ്കിലും പുഴയിലെത്തുന്ന പോലീസിനാണെങ്കിലും ഏറ്റവും കൂടുതൽ പെട്ടെന്നെത്താൻ, അതായത് ഒരു ഫയർഫോഴ്സിന് അവരെ വിളിച്ച് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇതിന് രക്ഷാപ്രവർത്തനത്തിന് ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് അവർക്കൊരു തലവേദന മാറിക്കിട്ടും. പെട്ടെന്ന് വേണ്ടി എത്താനും എന്തിനും ഈ ഒരു സർവീസ് ഉണ്ടായതുകൊണ്ട്. അങ്ങനെ ബോഡികളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയാണ്? ഒരുപാടെന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം ചെറുപ്പകാലങ്ങളിലൊക്കെ എനിക്കിത് കേൾക്കുമ്പോഴും ഇങ്ങനെ കരക്കണയുമ്പോഴൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഈ ആത്മീയപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഭക്തരെത്തുന്ന സ്ഥലമാണ് തിരുനാവായ. അപ്പൊ യാഹൂദി ചേട്ടനോട് അവരെന്തൊക്കെയാ പറയാറുള്ളത്? ഇപ്പൊ തോണി കിടത്തുന്ന സമയത്തും അതിനുശേഷം നന്ദി പ്രകടനമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്? കൂടുതൽ ആളുകളും എന്നെ പറ്റി കേട്ടറിഞ്ഞവരാ വരുന്നവര്. അവർക്ക് ഇപ്പൊ തിരുനാവായ ദേവസ്വം മാനേജർ ആണെങ്കിലും യാവുട്ടിയുണ്ടോ ധൈര്യമാണ്, യാവുട്ടിയുള്ള തോണിയിലൊന്നും പേടിക്കേണ്ട, കയറാം, അങ്ങനെയുള്ളൊരു വാക്കാണ് കൂടുതൽ ആളുകൾ. അത് അതിൻ്റെ ആ ലിമിറ്റിന് ആളുകളെ കയറ്റി ആ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ഇറക്കാനാണെങ്കിലും അവരെ കയറ്റാനാണെങ്കിലും ആ നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് ഇതാക്കിയിട്ടാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മളിൽ കയറുന്ന ആളുകളെ ഇങ്ങനെ എത്രത്തോളം സുരക്ഷിതമായിട്ട് അക്കരയ്ക്ക് എത്തിക്കാൻ പറ്റുമോ അത് പരമാവധി നമ്മൾ ചെയ്യും. അതിനുള്ള ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ആ തോണി ഞങ്ങൾ കരയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഈ കുംഭമേള നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിലും എത്രയോ അധികം ആളുകളാണ് കുംഭമേളയിലേക്ക് എത്തുന്നത്. അത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ വരുന്ന ഭക്തരിലെ ആ ഭക്തി കൂടെ കാണുമ്പോൾ അതിൻ്റെ ആ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആയം മനസ്സിലാക്കാൻ കഴിയും. അവർ വരുന്ന അവിടെ എത്തിപ്പെടാൻ കഴിയാത്തവരുടെ ആ നിലവിളി കേൾക്കുമ്പോൾ, ആ കരച്ചിൽ കാണുമ്പോൾ അപ്പോഴൊക്കെയാണ് ഈ ഭക്തിയുടെ ആയം നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്രയും ദിവസം ഇവിടെ നിന്നപ്പോൾ ഈ ഭക്തിയുടെ ഒരു അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പറയാൻ. കാരണം എൻ്റെ ഒരു വിശ്വാസം വേറെയാണെങ്കിലും എൻ്റെ ഒരു ജീവിതശൈലി വേറെയാണെങ്കിലും ഈ ഭക്തി അവരുടെ മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ ഭക്തിയുണ്ട്. ആ ഭക്തി കാണുമ്പോൾ അവരിൽ ആ ഭക്തി കാണുമ്പോൾ ഒരു സന്തോഷം, അവർ മനസ്സിൽ തൃപ്തിപ്പെട്ട് തിരികെ പോകുമ്പോൾ അവരുടെ ആ സന്തോഷം കൊണ്ട് ആ നന്ദി അറിയിക്കുമ്പോൾ അതിലൊക്കെ എനിക്കൊരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇപ്പോൾ നമുക്കറിയാം ഈ ബോട്ടും ഈ പുഴയുമായിട്ടുള്ള ബന്ധത്തിനൊപ്പം തന്നെ ഒരു ചെറിയ രീതിയിലുള്ള മാധ്യമ പ്രവർത്തകനും കൂടിയാണെന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഇങ്ങനെയാണ് അങ്ങനെ ഇപ്പോൾ ചാനൽ തുടങ്ങണമെന്നൊക്കെ തോന്നാനൊക്കെ കാരണം? അത് നമ്മുടെ പുഴയുടെ ചില കാര്യങ്ങൾ എടുത്തിട്ടാണ് ഞങ്ങളൊരു പ്രവർത്തനം തുടങ്ങിയത്. അത് ഇങ്ങനെ ഇതായി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ തുടങ്ങി. അപ്പോൾ അത് കൂടുതൽ ഒരു പുഴയിലെ വാർത്തകൾ അത് പുറത്തറിയിക്കുക എന്നുള്ളതില്ല. പിന്നെ അത് എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് അതായത് കാരണം അതിന് ഒരുപാട് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് അവർ നല്ല രീതിയിൽ നടത്തി പോകുന്നുണ്ട്. എഡിറ്റർ ലൈവ് എന്നാണ് അതിൻ്റെ അവർ അതായത് ടീമായിട്ട് നല്ല പ്രവർത്തനമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല തുടങ്ങിയത്. അതിൽ അതിന് രംഗത്തെത്താൻ വേണ്ടിയിട്ട് കുറേ ത്യാഗം ഞാൻ അതിനും സഹിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവിടുത്തെ റിപ്പോർട്ടുകൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് അത് അവിടെ എത്തുന്നത്. ഇവിടെ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഏത് മാധ്യമ പ്രവർത്തകർ ആദ്യം ഓടിയെത്തുന്നത് എന്നെ. അപ്പോൾ അവർ ഇവിടുത്തെ വിവരങ്ങൾ അറിയണമെങ്കിലും അതൊരു വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും കിട്ടാൻ ആശ്രയിക്കുന്നത് കൂടുതൽ എന്നെ.
പുഴയോടനുബന്ധിച്ച്. ഓ, ഈ പുഴയെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ടത് എന്താ? പുഴയെ പറ്റി പേടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഞാൻ പറഞ്ഞില്ല, ചതിപ്പുഴ. ഒഴുക്ക് കുറവാകും. കളിച്ചിട്ടാണ് നമ്മളാക്കുന്നത്. അത് ചില സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ നിർദ്ദേശിച്ച പോലെ കൂടുതൽ അറിയാത്തവർ, പുഴയെ പറ്റി അറിയാത്തവർ നീന്താതിരിക്കും. യാക്കുട്ടിച്ചേട്ടന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പുഴയുമായിട്ട്? എൻ്റെ ചെറുപ്പത്തിൽ ഒന്ന് നമ്മൾ നീന്തിയിട്ട് ഓരോ ഇവിടെയൊക്കെ ഈ PHDൻ്റെ കിണറുകളാണ്, അതിലേക്ക് നീന്തി അത് പിടിക്കുന്ന ഹോബിയായിരുന്നു ചെറുപ്പം. അങ്ങനെയാണ് ഈ നീന്തലിലേക്ക് നമ്മൾ വരും. അപ്പോൾ അത് ഒരു 20 മീറ്റർ ദൂരത്തിലൊക്കെ നീന്തിയിട്ടാണ് നമ്മളത് പിടിച്ചിട്ട് തിരികെ. അതാണ് നമ്മളെ പ്രാക്ടീസ്. നമുക്കറിയാം കനത്ത വെയിലാണ്. അപ്പോൾ ഈ വെയിലൊക്കെ തളർത്താറുണ്ട്. അപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞു മുഖമൊക്കെ കറുത്ത് കരിവാളിച്ച് ടാൻ അടിച്ചിട്ടൊക്കെ ക്ഷീണം ഉണ്ടാവും, കുറേ ദിവസമായി ഉറങ്ങിയിട്ട്. സത്യം, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ വരുന്ന ഭക്തർക്ക് വേണ്ടി ആണല്ലോ എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, 3-ാം തീയതി വരെ മരിച്ചില്ലെങ്കിൽ ഇവരെ കൂടെ ഉണ്ടാവും. അതായത് വെയില്, ഉറക്ക്, അതൊന്നും ഞാൻ ഇപ്പോൾ ഒരു ഇഷ്യൂ ആക്കുന്നില്ല. അവരെപ്പോഴാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു മണിക്ക് സ്വാമി വിളിച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുളിക്കാൻ നിൽക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതിന് ഭക്ഷണം കഴിച്ച് വിളിച്ച പാട് സ്വാമി പറഞ്ഞു, ഇല്ല ഞങ്ങളിത് ഇനി ബുദ്ധിമുട്ടണ്ട, ഇന്നത്തെ ഞങ്ങളിങ്ങനെ കൊടുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 2 മണിക്കൂർ ഉറങ്ങാൻ സാധിക്കും. ഇപ്പോൾ യാക്കുട്ടിച്ചേട്ടൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് സഹായികളുണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് അവരെ കുറിച്ച്, അവരുടെയൊക്കെ ഒരു പരിപാടി വർക്കൊക്കെ എങ്ങനെയാണ്? യാവുട്ടി എന്ന് പറഞ്ഞാൽ ഇവർ കൂടെ ഉള്ളതാണ് യാവുട്ടി. ഈ ഭാരതപ്പുഴയിൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതി. അവരും കൂടെ കൂടുമ്പോഴാണ് ഞാനൊരു മുങ്ങൽ വിദഗ്ധനാവുന്നത്. അപ്പോൾ ഏത് വിഷയങ്ങളിലും അവരെൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ വിളിച്ച വിളിപ്പുറത്ത് ഉദയനായാലും കൃഷ്ണനായാലും ദേവേട്ടനായാലും ഇപ്പോൾ ഈ അഖിലാണെങ്കിലും എൻ്റെ കൂടെ ഞാൻ വിളിച്ച വിളിപ്പുറത്തുണ്ട്. ഇവരാണ് എൻ്റെ ധൈര്യം. ഉറപ്പായിട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഇത്രയും ആളുകളെ സഹായിക്കുന്നതിന്, നമുക്കൊക്കെ ഒരു ധൈര്യമായിട്ട് ഇവിടെ ഉള്ളതിന്. സന്തോഷം.